ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ വലിയ പരാജയത്തിന് ശേഷം അവിടെയുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരുന്നു. അതിനുശേഷം RSS സജീവമായി തന്നെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇടപെടുകയും BJP-യിലെ റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും മറ്റും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ യോഗി ആദിത്യനാഥ് RSS നേതൃത്വവുമായും ഒപ്പം തന്നെ BJP നേതൃത്വവുമായും സംസാരിക്കുകയുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ BJP നേതൃത്വം യോഗിക്ക് എല്ലാ ചുമതലകളും, അതായത് ഇപ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ ചുമതലകളും BJP യോഗിക്ക് നൽകുന്നു. അതിനു മുമ്പ് തന്നെ RSS യോഗിക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴേതായാലും യോഗി ആദിത്യനാഥ് വീണ്ടും ശക്തനായി തിരിച്ചു വരുന്നതിനുള്ള ഒരു ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായി വീണ്ടും 2017 അദ്ദേഹം ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിച്ചത് ബുൾഡോസർ പ്രയോഗം തന്നെയായിരുന്നു. മാഫിയകൾക്കും മറ്റുമെതിരെ നടത്തിയ ബുൾഡോസർ പ്രയോഗം. പക്ഷേ ഇത്തവണ ബുൾഡോസർ പ്രയോഗമായി അദ്ദേഹം എത്തിയിരിക്കുന്നത് മെയിൻപുര എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ. മെയിൻപുര എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ്. മുലായം സിംഗ് യാദവിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ സമാജ്വാദി പാർട്ടി മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളാണ് അധികവും. അവിടെ അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തിക്കൊണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് വീണ്ടും ബുൾഡോസറിൻ്റെ ആ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഈ ഭാഗത്ത് ഉയരുന്നുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ബുൾഡോസർ രാഷ്ട്രീയം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ യോഗി ലക്ഷ്യമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കാരണം ഒന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. രണ്ടാമത്, പാർട്ടിക്കുള്ളിൽ കുറച്ച് ശക്തനാകുക, ഇല്ലെങ്കിൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. അതായത് ഈ പാർട്ടിക്ക് വിരുദ്ധമായി, ഇല്ലെങ്കിൽ തൻ്റെ ഭരണത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെ എല്ലാം തന്നെ ഒതുക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ലൈനിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും മെയിൻപുരിയിൽ, അതായത് സമാജ്വാദി പാർട്ടിയുടെ ഉരുക്ക് കോട്ടയിൽ തന്നെ ബുൾഡോസർ ഉരുട്ടിക്കൊണ്ട് വീണ്ടും യോഗി റീലോഡഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.